സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. അധ്യായം 13 വചനങ്ങൾ 6 മുതൽ 9 വരെ. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു: 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു: യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരരെ, നമുക്ക് കർത്താവ് 1 വർഷം കൂടി തന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ എല്ലാം തമ്പുരാൻ്റെ പാദാന്തികത്തിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഇതാ, കൃഷിക്കാരൻ വന്ന് മുറിച്ച് കളയണമെന്ന് പറയുമ്പോൾ തമ്പുരാൻ ദിവ്യനാഥൻ നമുക്കൊരു അവസരം കൂടി തരികയാ. പിതാവേ, ഒരവസരം കൂടി എൻ്റെ പൊന്നോമന പുത്രന്, എൻ്റെ പൊന്നോമന പുത്രിക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് നമുക്ക് വേണ്ടി, നമ്മളുടെ മാറ്റത്തിന് വേണ്ടി ദാഹത്തോടെ ആഗ്രഹിക്കുക. 2025 കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകളെല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട്, നമ്മൾക്ക് നമ്മളുടേതായ ബലഹീനതകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, എന്നാൽ അത് തിരുത്താൻ നമുക്ക് തയ്യാറാകണം. കാരണം പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഈ നന്മ ചെയ്യാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ തടസ്സമാണ്. എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ഭാഗവാക്കാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അടുത്തടുത്ത് അനുരഞ്ജന കൂദാശയ്ക്ക് അണയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് എല്ലാവരോടും നന്നായി പെരുമാറണം, ഈ ലോകത്തിന് ഒത്തിരി നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പല തടസ്സങ്ങളും എന്നെ വേട്ടയാടുകയാണ്. ഇവിടെയാണ് പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്: മക്കളെ, നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയല്ല, നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. ആ തിന്മയെ നമ്മൾ വെറുത്തുപേക്ഷിക്കുകയാണ്. ഇതാ, പുതിയൊരു വർഷം, ഇത് അനുഗ്രഹത്തിൻ്റെ വർഷമാകണം. ഇതെനിക്കൊരു ശാപത്തിൻ്റെ വർഷമല്ല, ഇതെനിക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാണ്, ഇതെനിക്ക് അഭിഷേകത്തിൻ്റെ വർഷമാണ്, ഇതെനിക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റണം. നമ്മൾ എത്രമാത്രം കർത്താവിൻ്റെ കൃപയിലേക്ക് ജ്വലിക്കുവാൻ, വളരുവാൻ, ആ കൃപയിൽ, അഭിഷേകത്തിലായിരിക്കാൻ ശ്രമിക്കും തോറും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം: ഫലമുള്ള വൃക്ഷത്തിനെ ഏറുകിട്ടൂ എന്ന്. നമ്മൾ ചെയ്യാൻ, നന്മ എത്രമാത്രം ചെയ്യാൻ തയ്യാറാകുന്നോ അത്രമാത്രം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പരിഹാസവും നമ്മൾ ഏറ്റുവാങ്ങും. അത് ഈ ലോകം തരുന്നതാണ്. എന്നാൽ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. സ്വർഗീയ ഇടം നമുക്കറിയാം. ആര് വസിക്കുന്ന ഇടമാണ് സ്വർഗം? കർത്താവ് വസിക്കുന്ന ഇടമാണ്. അപ്പോൾ ആ കർത്താവ് യഥാർത്ഥത്തിൽ വസിക്കേണ്ടത് ദേവാലയത്തിലാണോ? ഈ ദിവ്യകാരുണ്യത്തിൽ മാത്രം ഈശോ വസിച്ചാൽ മതിയോ? ഈശോ എന്നും വസിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്.
ഈശോ വസിക്കേണ്ടത്, ഈശോ രൂപപ്പെടേണ്ടത്, ഈശോ ജീവിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണല്ലോ ചിന്തകൻ പറഞ്ഞത്, 1000 ബത്ലഹേമുകളിൽ മിശിഹ പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ മിശിഹ പിറക്കുന്നില്ലെങ്കിൽ എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന്. മിശിഹ എൻ്റെ ഹൃദയത്തിൽ പിറക്കണം, ജീവിക്കുന്ന ഈശോ എന്നിൽ രൂപപ്പെടണം, ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട് എന്നെ സമീപിക്കുന്നവർക്ക് ഈശോയെ കൊടുക്കാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആണ് ഈശോ വസിക്കേണ്ടത്. അപ്പോൾ ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം. ആ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്തായിട്ട് മാറും? സ്വർഗീയ ഇടമായിട്ട് മാറും. അപ്പോൾ സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ കടന്നുകൂടിയിരിക്കുന്ന തിന്മയെ, അന്ധകാര ശക്തിയെ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കുവാൻ, അവയുടെ മേൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് യുദ്ധം ചെയ്യണം. കാരണം ഈശോ തന്നെ അടിവരട്ട് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 22 മുതലുള്ള വചനത്തിലൂടെ പറയുന്നുണ്ട്, എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ കടന്നുകൂടിയിരിക്കുന്ന തിന്മയ്ക്കെതിരെയാ, അന്ധകാര ശക്തിക്കെതിരെയാ. ഈ അടിമത്തത്തിൻ്റെ കോട്ടയെ നമുക്ക് തകർക്കേണ്ടത്. ഈ ബന്ധനങ്ങളിൽ നിന്നാണ് നമ്മൾ വിടുതൽ നേടേണ്ടത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനത്തെയും കർത്താവെ ഞങ്ങളിതാ വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ദുശ്ചിന്തയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ അടിമത്തത്തിൻ്റെ സ്വഭാവത്തെ ഞങ്ങളിതാ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും അന്ധകാര ശക്തികളെയും യേശു നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അവയുടെ കെട്ടുകൾ അഴിയട്ടെ. അപ്പോൾ തീർച്ചയായും ഈ അടിമത്തത്തിൻ്റെ കോട്ടകൾ നമ്മൾ തകർക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ തിന്മയുടെ ശക്തികളെ നമ്മൾ വെറുത്തുപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യേശു ജീവിക്കും. ആ യേശു ജീവിക്കുന്ന ദൈവമായി നമ്മളുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പുതിയ വ്യക്തിയാകുവാൻ കർത്താവിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായും ഇവിടെ കർത്താവ് സന്തോഷിക്കും. ഞാൻ കാത്തിരുന്നു, ഇതാ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു, ഇതാ ഇവൻ പുതുപുത്തൻ ഫലം പുറപ്പെടുവിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ അന്ധകാര ശക്തിയെ മാറ്റി, തിന്മയെ മാറ്റി, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ തടസ്സമായ തിന്മയെ ഞാൻ വെറുത്തുപേക്ഷിച്ചു. ഇതാ ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ആ ഒരു ബോധ്യത്തിന് വേണ്ടി, ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ ബലഹീനനാണ്, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ഉപരിയായി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത തിന്മയുടെ അടിമത്തത്തിലേക്ക് പോകുക. ഈ തിന്മയെ, ഈ പാപത്തെ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് നാഥനും രക്ഷകനുമായി വാസമുറപ്പിക്കണമേ. ആ ഈശോയെ, ക്രിസ്തു ശിഷ്യനെന്ന് അഭിമാനിക്കുന്ന നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യം ഈശോയെ ഈ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആരെയാണ്? നമ്മളെയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ തിന്മ നമ്മൾ അറിയാതെ നമുക്കുള്ളതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആരെങ്കിലും പറയുക, അച്ഛാ എനിക്കൊരു 100 രൂപ വേണമെന്ന് പറഞ്ഞാൽ ആ തരാമെന്ന് പറഞ്ഞ് പോക്കറ്റ് കൈയിട്ടാൽ പോക്കറ്റ് കാലിയാണെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല.
അപ്പോൾ സ്നേഹമുള്ളവരെ, ഈശോയെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈശോ എൻ്റെ ഹൃദയത്തിലില്ലെങ്കിൽ, ഈശോ എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ, ഈശോ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രവർത്തന മേഖലയിൽ ഇല്ലെങ്കിൽ, ഇല്ലാത്ത ഈശോയെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനാൽ നമുക്ക് ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാകുവാൻ കർത്താവെ, അവിടുന്ന് ജീവിക്കുന്നവരായി ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരണമേ, കുടുംബജീവിതത്തിലേക്ക് വരണമേ, പ്രവർത്തന മേഖലയിലേക്ക് വരണമേ. അവിടുത്തെ ലോകത്തിന് കൊടുക്കാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ, ശക്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.